നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ഗുരുവായൂർ തിരുനാവായ പാത അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചതായി റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് മുൻ ചെയർമാൻ PK കൃഷ്ണദാസ്. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്, എസ്കലേറ്റർ എന്നിവ സ്ഥാപിക്കുമെന്ന് കൃഷ്ണദാസ്. ITU ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. പൈങ്കുളത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡനക്കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മനക്കിത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടിയെന്ന് സ്ഥിരീകരണം. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണ ഭീതിയിൽ വാൽപ്പാറ നിവാസികൾ. അവിടിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. മേഖലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ തിരുനാവായ പാത അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചതായി റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് മുൻ ചെയർമാൻ PK കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നടക്കുന്ന 10 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ 14 കോടിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്, എസ്കലേറ്റർ എന്നിവ കൂടി സ്ഥാപിക്കും. 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറോടെ പൂർത്തീകരിക്കും. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വിസ്തൃതിയും ഇരിപ്പിടങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. 2 പ്ലാറ്റ്ഫോമുകളിലും മേൽക്കൂര പൂർത്തീകരിക്കും. യാത്രാസമയങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഡിജിറ്റൽ ബോർഡ് സ്ഥാപിക്കും. BJP നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം അധ്യക്ഷൻ അനിൽ മഞ്ചറമ്പത്ത് എന്നിവരും കൂടെയുണ്ടായിരുന്നു. അമൃത് പദ്ധതി ഉൾപ്പെടുത്തി വികസന പദ്ധതികൾ നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് റെയിൽവേ മുൻ PSC ചെയർമാൻ PK കൃഷ്ണദാസ് അമൃത് പദ്ധതി നിർവഹണം വിലയിരുത്തി. കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറികൾ, പാർക്കിംഗ് എന്നിവ 3 ഇരട്ടി പദ്ധതി പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് PK കൃഷ്ണദാസ് അറിയിച്ചു. പ്ലാറ്റ്ഫോം മേൽക്കൂരകളുടെ നീളം വർദ്ധിപ്പിക്കൽ, കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാനും വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും PK കൃഷ്ണദാസ് അറിയിച്ചു. മാരാത്തുകുന്ന്, മുള്ളൂർക്കര, പൈങ്കുളം റോഡ് തുടങ്ങിയ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിൽ അലംഭാവം അവസാനിപ്പിച്ച് നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിനായി കേന്ദ്രം അനുവദിച്ച 54 മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് KRDL നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും PK കൃഷ്ണദാസ് ആരോപിച്ചു. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത്, ജില്ലാ സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് KK, നേതാക്കളായ ബിനീഷ് KR, രാജു S, റീന സന്തോഷ് എന്നിവർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ITU ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. തങ്ങൾ നേരത്തെ നൽകിയ പ്രമേയം നിശ്ചിത അജണ്ടകൾക്ക് മുമ്പായി വായിക്കണമെന്ന് BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെ കരുവന്നൂർ ബാങ്ക് കൊള്ളയും ITU ബാങ്ക് കൊള്ളയും പരാമർശിക്കുന്ന പ്ലക്കാർഡുകളുമായി BJP അംഗങ്ങൾ നടുത്തളത്തിലേക്കിറങ്ങി. ഇരിങ്ങാലക്കുട പട്ടണത്തെയും സമ്പദ്വ്യവസ്ഥയും ബാധിക്കുന്ന വിഷയമാണെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രമേയം 7 ദിവസം മുമ്പ് നൽകണമെന്ന് വിശദമാക്കുന്ന മുനിസിപ്പൽ ആക്ട് വായിച്ചുകൊണ്ട് ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പ്രമേയം കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചതെന്ന് സൂചിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് വിഷയം ചർച്ച ചെയ്തപ്പോൾ എവിടെയായിരുന്നു ആക്ട് എന്ന് ചോദിച്ച് CPI അംഗം മാർട്ടിൻ ആലങ്ങാടനും BJP അംഗങ്ങൾക്ക് പിന്തുണയുമായി എഴുന്നേറ്റു. ബഹളങ്ങൾക്കിടയിൽ അജണ്ടകൾ പാസാക്കി. നിശ്ചിത അജണ്ടകൾക്ക് ശേഷം കൌൺസിലിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ല BJP കൊണ്ടുവന്നിരിക്കുന്ന പ്രമേയമെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചെയർപേഴ്സൺ വിശദീകരിച്ചു. എന്നാൽ പൊതുജനങ്ങളെ ബാധിക്കുന്നതും പൊതുകാര്യ പ്രസക്തവുമായ വിഷയവുമാണ് BJP അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ ഒഴിഞ്ഞു മാറരുതെന്നും ITU ബാങ്ക് കൊള്ളയെക്കുറിച്ച് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് LDF സമരം നടത്തിവരികയാണെന്നും അഡ്വക്കേറ്റ് KR വിജയ പറഞ്ഞു. ചെയർപേഴ്സൺ നീതി പാലിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി BJP അംഗങ്ങളും ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി.
ചെറുതുരുത്തി പാഞ്ഞാളിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനക്കേസിലെ പ്രതിയായ പാഞ്ഞാൾ സ്വദേശി ബാലകൃഷ്ണനെയാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പൈങ്കുളം എഴുത്തച്ഛൻ പടിക്ക് സമീപമായിരുന്നു സംഭവം. പൈങ്കുളം സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മനക്കത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടി എന്ന് സ്ഥിരീകരിച്ചു. അസം സ്വദേശി നൂറുൽ ഇസ്ലാമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പുലിയുടെ ആക്രമണത്തിലാണ് മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ ശരീരത്തിലെ മുറിവുകൾ കരടി ആക്രമണം മൂലമാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങൾ മൂലം വാൽപ്പാറ നിവാസികൾ ഭീതിയിലാണ്. പുലി ആക്രമണങ്ങളും മേഖലയിൽ പതിവാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ TP ദേവദാസിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വീടുകളിലും സ്ഥാപനങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. നോട്ടീസിലെ നിർദ്ദേശങ്ങൾ അവഗണിച്ച 3 സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് തോമസ്, PM ലിനിത എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ പറഞ്ഞു. ഇടവേള. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി കതിരോല റോഡിലുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പൂച്ചയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ. ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം വിശദമായി പരിശോധിച്ചതിൽ നിന്ന് അത് പൂച്ചയുടേതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് പറഞ്ഞു. മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള എളനാട് ഫോറസ്റ്റ് സ്റ്റേഷൻ അവഗണനയിൽ. ആവശ്യത്തിന് ജീവനക്കാർ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, വാഹനം തുടങ്ങിയവ ഇല്ലാത്തത് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. 100 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ 2 പഞ്ചായത്തുകളിലായി 13 വില്ലേജുകളിലായി പരന്നു കിടക്കുന്നതാണ് സ്റ്റേഷൻ പരിധി. ഇവിടെയുണ്ടായിരുന്ന ആകെയുള്ള ജീപ്പ് കട്ടപ്പുറത്തായിട്ട് 2 വർഷത്തിലധികമായി. ഏതാനും നാൾ വാടക കരാറിൽ വാഹനം ഓടിച്ചെങ്കിലും പിന്നീട് അതും നിലച്ചു. ആനയെ ഓടിക്കാനുള്ള പടക്കം വാങ്ങുന്നതിന് പോലും വനപാലകർക്ക് പണം കയ്യിൽ നിന്നെടുക്കേണ്ട അവസ്ഥയാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ തിരുമണി മുതൽ ചേലക്കര പഞ്ചായത്തിലെ മണ്ണാത്തിപ്പാറ വരെ സൗരവേലി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, KJ ജോജു തുടങ്ങിയവർ സംസാരിച്ചു. ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു.
എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന് കീഴിലാണ് ആനകൾക്കായി ചികിത്സാ കേന്ദ്രം ഒരുക്കുന്നത്. നേരത്തെ ആരംഭിച്ച പദ്ധതി ഏറെ നാളായി നിലച്ചിരിക്കുകയായിരുന്നു. ആനകൾക്കുള്ള സംരക്ഷണ കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ KP മനോജ് കുമാർ, സെക്രട്ടറി P ശശികുമാർ എന്നിവർ പറഞ്ഞു. ചിറ്റണ്ടയിൽ വനഭൂമിയോട് ചേർന്ന 32 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ നഗരസഭയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ വീഴ്ചയെന്ന് കൌൺസിൽ യോഗത്തിൽ പരാതി. പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന് പ്രതിപക്ഷം ആക്ഷേപമുന്നയിച്ചു. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് തുക വൈകിപ്പിച്ചത് അത്യന്തം വേദനാജനകമാണെന്നും ഇത് അടിയന്തരമായി പരിഹരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. വീഴ്ച വന്ന സ്കോളർഷിപ്പ് നൽകാനായി ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് പണം അനുവദിക്കാനും തീരുമാനിച്ചു. നഗരസഭാ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലെ ടെൻഡർ തുക സംബന്ധിച്ച് തർക്കമായി. ഗ്രൌണ്ട് ഫ്ലോർ വൈദ്യുതീകരണത്തിനായി 1,40,00,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് കൌൺസിൽ അംഗങ്ങൾ ആശങ്ക അറിയിച്ചത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 18.50 കോടി രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളതെന്ന് ചെയർമാൻ പറഞ്ഞു. കൌൺസിൽ അജണ്ട തയ്യാറാക്കുന്നതിൽ വ്യക്തത വേണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. 15-ാം വാർഡിലെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ അറ്റകുറ്റപ്പണിക്കായി തയ്യാറാക്കിയ 2,50,000 രൂപയുടെ എസ്റ്റിമേറ്റ് കൌൺസിൽ അംഗീകരിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ലോക ഗജ ദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വാവള ഭാഗത്ത് മുള പന തൈകൾ നടിയിലും എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്കായി വനയാത്രയും കവല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആനപ്പാന്തം വനഭാഗത്ത് പന തൈകളും നട്ടു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KA മുഹമ്മദ് ഷെരീഫ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ബെസ്റ്റിൻ വർഗീസ്, AH ലെജിൻ എന്നിവർ നേതൃത്വം നൽകി. റോഡിൽ കാർ പാർക്ക് ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ കാർ തല്ലി തകർക്കുകയും യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താണിശ്ശേരി സ്വദേശി താണിയത്ത് വീട്ടിൽ ഹിമേഷ്, താണിശ്ശേരി സ്വദേശികളായ കറപ്പം വീട്ടിൽ അജ്നാസ്, മരനയിൽ വീട്ടിൽ സനിൽ എന്നിവരെയാണ് കാട്ടൂർ CI ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം താണിശ്ശേരിയിലുള്ള സുഹൃത്തിന്റെ വീടിന് മുന്നിലെ റോഡിൽ കാർ പാർക്ക് ചെയ്ത താണിശ്ശേരി സ്വദേശി വൻപറമ്പിൽ വീട്ടിൽ സോജിനെയും സുഹൃത്ത് സുധീറിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും സോജിന്റെ കാർ തകർക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കുട്ടികളുടെ സംരക്ഷണം തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കൺസെഷൻ കാർഡുമായി വരുന്ന വിദ്യാർത്ഥികളെ പ്രൈവറ്റ് ബസ്സുകാർ 2ാം തരം പൌരന്മാരായി കാണുന്ന രീതി അവസാനിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയും സീറ്റിൽ നിന്ന് എണീപ്പിക്കുകയും വിദ്യാർത്ഥികൾ പറയുന്നിടത്ത് നിർത്താതിരിക്കുകയും ചെയ്യുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ചേറ്റുവ GMUP സ്കൂളിൽ സർക്കാർ പൊതുവിദ്യാഭ്യാസ പ്ലാൻ ഫണ്ട് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NK അക്ബർ MLA അധ്യക്ഷനായി. മുൻ MLA KV അബ്ദുൽ ഖാദർ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, PJ സ്മിത, PB ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അധ്യാപകരുടെ പ്രൊമോഷൻ ഒഴിവാക്കിക്കൊണ്ട് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിവും ശേഷിയുള്ള ആൾക്കാരെ നിയമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള കാര്യം അഭിപ്രായമാണ് എനിക്കുണ്ട്. അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ സംശയമാണ്, എല്ലാ കാര്യത്തിലും സംശയമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ പ്രകടനത്തിന് നേതൃത്വം നൽകി.
ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കടങ്ങോട് തെക്കുമുറി നെടിയടത്ത് അനീഷ് നിമ ദമ്പതികളുടെ മകളായ അരുവി നീന്തലിൽ അതിവിദഗ്ധയാണ്. 3.5 വയസ്സുള്ളപ്പോഴാണ് അരുവി നീന്തൽ പഠിച്ചത്. ഫുട്ബോൾ കോച്ചായ പിതാവ് അനീഷാണ് അരുവിയെ നീന്തൽ പരിശീലിപ്പിച്ചത്. കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്വയരക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പ്രാപ്തയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിച്ചതെന്ന് അനീഷ് പറഞ്ഞു. ഞങ്ങളൊരു 3.5 വയസ്സ് മുതലേ ആള് നീന്തൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ്റെ കുട്ടികളാണ് ഇവരിനെയും ഒരു കൊല്ലത്തോളമായി ഇവർ നീന്തൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളായി ഇങ്ങനെ കേൾക്കുന്നു, ഈ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് അവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെടുമ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും കൂടി ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായത്. വെള്ളത്തിൽ ദീർഘസമയം കമിഴ്ന്നും മലർന്നും പൊങ്ങിക്കിടക്കാനും അരുവിക്ക് കഴിയും. നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരുവി. അനീഷിന്റെ സഹോദരൻ അജിത്തിന്റെ മകൾ 8 വയസ്സുള്ള അദ്രിക ലക്ഷ്മിയും നീന്തലിൽ വിദഗ്ധയാണ്. അദ്രികയുടെ അനുജൻ 5.5 വയസ്സുള്ള അയനും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പാർപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരെയും പരിശീലിപ്പിച്ചത് അനീഷാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഫിന്നി ചേരുകയാണ്. ഫിന്നി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? റിയ, വൈകിട്ട് രാത്രിയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നേരത്തെ CPM പ്രവർത്തകർ വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ചെറൂരുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിനിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ക്യാമ്പ് ഓഫീസിലെ ബോർഡിലേക്ക് CPM പ്രവർത്തകനായ വിപിൻ കരിയോലൊഴിച്ചു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPM ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും നടന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ നേരിയ തോതിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇരു കൂട്ടരും പരസ്പരം പോര് വിളിച്ച് നിൽക്കുന്നു. നടുവിൽ പോലീസ് ഇരു വിഭാഗം പ്രവർത്തകരെയും രണ്ട് ഭാഗത്തേക്കായി ഇപ്പോൾ നീക്കി സംഘർഷാവസ്ഥ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ പരസ്പരം പോർ വിളിച്ച് നിൽക്കുകയാണ്. കൂടുതൽ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 2-3 ദിവസമായി വോട്ടർ പട്ടിക വിവാദത്തിൽ തൃശ്ശൂരിൽ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയായിരുന്നു CPM ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചെറുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിന് ബോർഡിൽ കരിയോല ഒഴിച്ചു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു BJP പ്രവർത്തകർ ഇന്ന് രാത്രി മാർച്ച് നടത്തിയത്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. മാർച്ച് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ഇപ്പോൾ സ്ഥലത്ത് നേരിയ തോതിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഇരു കൂട്ടരും റോഡിന്റെ ഇരുഭാഗത്തുമായി നിന്ന് പരസ്പരം പോർ വിളിച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്.
വിവരങ്ങൾ നൽകിയത് ഫിന്നിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവരങ്ങൾ നൽകിയത് ഫിന്നി. മാള പൊയ്യ പഞ്ചായത്തുകളിൽ അതിർത്തിയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളി. തിങ്കളാഴ്ച വൈകിട്ടാണ് ശങ്കരൻകാവ് റോഡിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയത്. സംഭവത്തിൽ പരിസരവാസിയായ എടാട്ടുകാരൻ ജെഫ് മാള പോലീസിലും മാള പൊയ്യ പഞ്ചായത്തുകളിലും പരാതി നൽകി. മാള പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന വാഹനത്തെ തിരിച്ചറിഞ്ഞ് ചിത്രം സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. മാള മേഖലയിൽ തുടർച്ചയായി ഭക്ഷണാവശിഷ്ടങ്ങൾ വഴിയോരത്ത് തള്ളുന്നുണ്ട്. യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചയാളെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയന്നൂർ കല്ലേപ്പാടം രാജീവ് ഭവൻ ഉന്നതിയിലെ കാളന്തൊടിയിൽ കാസിമിനെയാണ് പോലീസ് പിടികൂടിയത്. ജൂലൈ 30-ന് കല്ലേപ്പാടത്തെ വീട്ടിൽ വെച്ച് യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ഒളിവിൽ പോയ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് പഴയന്നൂർ പോലീസ് CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ പുഴയിൽ ചാടിയ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ചാത്തുങ്ങൽ രാജീവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയുടെ മൃതദേഹമാണ് ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ കടവിൽ നിന്നും കണ്ടെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ടാണ് അധ്യാപിക സ്കൂട്ടറിൽ തനിച്ച് അതിരപ്പള്ളിയിലേക്ക് വന്നത്. പിള്ളപ്പാറ കപ്പേളയ്ക്ക് സമീപം സ്കൂട്ടർ വെച്ച ഇവർ പുഴത്തീരത്തേക്ക് പോകുന്നത് പരിസരവാസികൾ കണ്ടിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പനി ബാധിച്ച് വയോധികൻ മരിച്ചു. കല്ലൂർ കരുവാക്കുന്ന് കരുവാൻ വീട്ടിൽ 66 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഗുരുവായൂർ ദേവസ്വത്തിലെ അപ്രൈസർ അവധിയായതിനാൽ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും കണക്കെടുക്കാതെ ലോക്കറിലേക്ക് മാറ്റി. പകരം അപ്രൈസറെ നിയമിക്കാൻ കഴിയാതിരുന്നതിനാലാണ് സ്വർണവും വെള്ളിയും ലോക്കറിലേക്ക് മാറ്റിയത്. പണമായി 4,59,66,000 രൂപയാണ് ഭണ്ഡാര വരവിലൂടെ ലഭിച്ചത്. പതിവ് പോലെ ഇത്തവണയും നിരോധിച്ചതും പിൻവലിച്ചതുമായ കറൻസികളും ഉണ്ടായിരുന്നു. ക്ഷേത്രനടയിലെ വിവിധ ഈ ഭണ്ഡാരങ്ങൾ വഴി 7,35,786 രൂപയും ലഭിച്ചു. ഭാര്യയെ തെരുവിലിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത കടങ്ങോട് പഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി ആദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വനിതാ പ്രസിഡന്റായുള്ള LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സ്ത്രീപീഡന കേസിൽ പ്രതിയായ മെമ്പറെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പുറത്താക്കാൻ തയ്യാറാകണമെന്നും മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ അധ്യക്ഷയായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കല്യാണി S നായർ, ഗിന്നസ് സത്താറാദൂർ, സജീവ് ചാത്തനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ALP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എല്ലാം കുട്ടികൾ തന്നെയായിരുന്നു. PTA പ്രസിഡന്റ് ജയരാജ് കല്ലിങ്ങപ്പുറം, വൈസ് പ്രസിഡന്റ് PS സുനിൽ, MPTA വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ്, അധ്യാപകരായ CG അനൂപ്, ഗോവിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് നാളത്തെ സമൂഹത്തെ കരുതലോടെ നയിക്കുക എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സർക്കാർ വിദ്യാലയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഗേൾസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷോബി കെ പോൾ അധ്യക്ഷനായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ ഹേന, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക കെ എസ് സുഷ, PTA പ്രസിഡന്റ് പി കെ അനിൽകുമാർ, സി കെ രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പൊതുവിദ്യാലയം പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം വിപുലീകരിക്കുന്നതിനും ആയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അതിന്റെ ഒരു നാളത്തെ സമൂഹത്തെ പഴയന്നൂർ വടക്കേത്തറയിൽ നിന്നും കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. PC കുമാരനാണ് മരിച്ചത്. മായന്നൂർ കൂട്ടിൽമുക്ക് പുഴയിലെ തടയണയുടെ ഭാഗത്തുനിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ പുലർച്ചെ നടക്കാനിറങ്ങിയതായിരുന്നു. പുഴയുടെ സമീപമുള്ള റോഡിലൂടെ കുമാരൻ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KSKTU ഏരിയ സെക്രട്ടറി KC രമേശ്, പ്രസിഡന്റ് MV മുകേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ്, KSKTU ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 4-5 പതിറ്റാണ്ടുകൾ VSനെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PS രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC ഉണ്ണിച്ചക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. CK രഘുനാഥ് അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. PK വേണുഗോപാലൻ, TM ചന്ദ്രൻ, OS മാധവൻ, ഉമ്മുക്കുൽസു അസീസ്, VK കാസിം, TD ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരിയിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്ന കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനവും അഭ്യാസ പ്രകടനവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ AP ഷാജഹാൻ, ഫാത്തിമ സുഹറ, മാസ്റ്റർ അലി, VA ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. ലെൻസ്ഫെഡ് കുന്നംകുളം ഏരിയ ജനറൽ ബോഡി യോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് OV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. അജിത്ത്, ബാബു ജോർജ്, നിമൽ തുടങ്ങിയവർ സംസാരിച്ചു. CIASC റീജിയൻ കരാട്ടെ മത്സരം മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ നടന്നു. ASIS കേരള റീജിയൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. മുകുന്ദപുരം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി കൃഷ്ണ, വേളുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പാൾ ഫാദർ ജോയ് ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ 6 സോണുകളിൽ നിന്നും അണ്ടർ 14, 17, 19 എന്നീ വിഭാഗത്തിൽ 300ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വരന്തരപ്പള്ളി വേലുപാടത്തെ വനഗവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയിലെ കമ്പിവേലി പല സ്ഥലങ്ങളിലായി തുരുമ്പിച്ച് നശിച്ചതോടെ വന്യമൃഗങ്ങൾ റോഡിലേക്കിറങ്ങുന്നതായി പരാതി. കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുന്നത് വാഹനയാത്രികർക്ക് ഭീഷണിയായിരിക്കുകയാണ്. അപകടങ്ങൾ പതിവായതിനാൽ സോളാർ വേലിയോ മതിലോ കെട്ടി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് PDP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് പെരുവാൻകുഴിയിൽ ആവശ്യപ്പെട്ടു. ഈ വേലുപാടത്ത് KFRയുടെ ഒരു സൈഡിലുള്ള നെറ്റ് വേലി, ഈ നെറ്റ് വേലി പല ഭാഗത്തും ദ്രവിച്ച് പൊളിഞ്ഞു പോയ രീതിയിലേക്ക് കിടക്കുന്നത്. ഇതിലൂടെ രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങൾ, മാന്, പന്നി ഉൾപ്പെടെ വന്യമൃഗങ്ങൾ തൊട്ടടുത്തുള്ള റോഡിന് കുറുകെ കടന്നിട്ട് ഈ കശുമാങ്കൂപ്പിലേക്ക് നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയാത്രക്കാരും ബൈക്ക് യാത്രികരും കൂടാതെ നേരം വെളുപ്പിന് ജോലിക്ക് പോകുന്ന ടാപ്പിംഗ് തൊഴിലാളി നിരന്തരം അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
വനഗവേഷണ കേന്ദ്രത്തിന്റെ കോമ്പൌണ്ടിൽ സുരക്ഷിത വേലി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് PDP നേതാക്കളായ സിദ്ദിഖ് ആലുങ്ങൽ, നിഷാദ് തറയിൽ, കബീർ മുക്കൻ, സിദ്ദിഖ് പൊറ്റമൽ തുടങ്ങിയവർ KFRI അധികൃതർക്ക് പരാതി നൽകി. ബൈക്കിന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. ചെറുതുരുത്തി പുത്തൻപീടികയിൽ വീട്ടിൽ PK അബ്ദുൽ മാലിക് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഹരിയാനയിലുള്ള ഹോണ്ട മോട്ടോർസൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, PFRDA നിയമം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ്, ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ, ജോയിന്റ് സെക്രട്ടറി ശക്തിധരൻ, ട്രഷറർ CU ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു. മാള കാവനാട് കാറിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കാവനാട് സ്വദേശി കളപ്പറമ്പത്ത് സാം ബാബുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ മാളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലുപ്പാടം വിശുദ്ധ യോസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ 55ാമത് ഊട്ടുതിരുനാൾ 14, 15 തീയതികളിൽ ആഘോഷിക്കും. 14-ന് രാവിലെ നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. 15-ന് രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. 4 ലക്ഷത്തോളം പേർക്ക് നേർച്ച ഊട്ട് ഒരുക്കും. തിരുനാളിനോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യഭവനത്തിന്റെ തറക്കല്ലിടൽ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത്, കൈക്കാരൻ പോൾ മന്നളി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീടിക, PRO ബൈജു വാഴക്കാല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓലക്കുടിലിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന നളിനിക്കും മകൾക്കുമുള്ള വ്യാപാരികളുടെ സ്വപ്നക്കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പാവറട്ടി 11-ാം വാർഡ് മുനയ്ക്കക്കടവിൽ കടവിൽ വീട്ടിൽ നളിനി മകളുമൊത്ത് ഓലക്കുടിലിലാണ് കഴിഞ്ഞിരുന്നത്. ഈ കുടുംബത്തിന്റെ ദുരിത ജീവിതത്തെ കുറിച്ചറിഞ്ഞ പാവറട്ടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ നളിനിക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 6 മാസം കൊണ്ടാണ് 650 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 15 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ചിങ്ങം 1-ന് വ്യാപാരികൾ സ്വപ്നക്കൂട് നളിനിക്കും കുടുംബത്തിനും സമ്മാനിക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KJ വർഗീസ് അറിയിച്ചു. 3.5 വർഷക്കാലമായി വളരെ അധികം ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ 11-ാം വാർഡിലെ നളിനി ചേച്ചിക്കും മകൾക്കും വളരെ യാതന അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ കൊച്ചു വീടായിരുന്നു. അത് ഇഴജന്തുക്കളൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിൽ, വെള്ളം കയറുന്ന രീതിയിൽ, അതുപോലെ വളരെ മോശാവസ്ഥയിൽ പാവറട്ടി പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു വീട് തന്നെ ഇല്ല. അത്രയും മോശമായൊരു വീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പാവറട്ടി മർച്ചൻ്റ് അസോസിയേഷൻ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ സന്തോഷത്തോടു കൂടി ആ അമ്മയ്ക്കും മകൾക്കും ഒരു നല്ലൊരു വീട് പണിത് കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വാണിജ്യം. കേരള ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പിന്റെ ഖാദി മിറ ഇൻഡസ്ട്രീസ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന കേരള സ്റ്റേറ്റ് റിട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രമായ തൃശൂർ ഇൻഫ്രാടെക് അക്കാദമിയിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 27 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ MG റോഡിലെ വാഴപ്പള്ളി ട്രേഡ് സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഇൻഫ്രാടെക് അക്കാദമിയിൽ SSLCക്കും അതിനു മുകളിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കായി 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോർപ്പറേറ്റ് അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, ലോജിസ്റ്റിക് ആൻഡ് SCM, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MA ഡ്രിവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, 3D ആനിമേഷൻ, VFX,
മൾട്ടിമീഡിയ കോഴ്സുകൾ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ, സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ, ഇന്റീരിയർ ആൻഡ് ബിൽഡിംഗ് ഡിസൈനിംഗ്, മോണ്ടിസോറി TTC, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങി നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ സ്ഥാപനത്തിൽ നൽകി വരുന്നുണ്ട്. കൂടാതെ PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് ഓട്ടോമേഷൻ, അക്കൌണ്ടിംഗ് തുടങ്ങിയ കോഴ്സുകളും ലഭ്യമാണ്. പഠനശേഷം വിദ്യാർത്ഥികൾക്ക് ജോലി സഹായത്തിനും ആത്മവിശ്വാസം കൂട്ടുന്നതിന്റെ ഭാഗമായി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ്, പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം, ഇന്റേൺഷിപ്പ് എന്നിവയും ഇൻഫ്രാടെക് നൽകി വരുന്നു. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ ഫീസിലും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് റുട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. SC/ST വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും പ്രത്യേക ഫീസ് ഇളവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 8589947947. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. ഗുരുവായൂർ തിരുനാവായ പാത അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചതായി റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് മുൻ ചെയർമാൻ PK കൃഷ്ണദാസ്. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്, എസ്കലേറ്റർ എന്നിവ സ്ഥാപിക്കുമെന്ന് കൃഷ്ണദാസ്. ITU ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ യോഗത്തിൽ BJP അംഗങ്ങളുടെ പ്രതിഷേധം. പൈങ്കുളത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പീഡനക്കേസ് പ്രതി ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മനക്കത്തുടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടിയെന്ന് സ്ഥിരീകരണം. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണ ഭീതിയിൽ വാൽപ്പാറ നിവാസികൾ. അവണിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. മേഖലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.